ഹായ് ഓൾ. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുടെ മനസ്സിൽ പുതിയ ശീലങ്ങളും പുതിയ പ്രോഗ്രാമിങ്ങും സൃഷ്ടിക്കാൻ സഹായിക്കുന്ന 4 സ്റ്റെപ്പ് ബ്രെയിൻ വാഷ് മെത്തേഡിനെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നിങ്ങൾ ആഗ്രഹിച്ച സ്വപ്നങ്ങൾ എല്ലാം നേടിയെടുക്കണമെന്ന് ഹൃദയത്തിൽ നിങ്ങൾ അതിയായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ മെത്തേഡ് മനസ്സിലാക്കാനും പ്രാക്ടീസ് ചെയ്യാനും ഈ വീഡിയോ പൂർണ്ണമായി കാണുക. നിങ്ങൾ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും, ചില ആളുകൾ ജീവിതത്തിൽ വലിയ വിജയങ്ങൾ നേടുന്നു. പല ആളുകളും ആഗ്രഹിച്ച സ്വപ്നങ്ങൾ പോലും നേടാനാവാതെ ആവറേജ് ജീവിതം നയിച്ച് മുൻപോട്ട് പോകുന്നു. അവർക്കിടയിൽ എന്താണ് വ്യത്യാസം? വ്യത്യാസം കഴിവിൽ മാത്രമല്ല, വ്യത്യാസം അവരുടെ മനസ്സിലാണ്. കാരണം നിങ്ങൾ ജനിച്ച നിമിഷം മുതൽ നിങ്ങളുടെ മനസ്സൊരു സ്പഞ്ച് പോലെ എല്ലാം ആഗിരണം ചെയ്യുന്നു. മാതാപിതാക്കൾ, അധ്യാപകർ, സമൂഹം, TV, നിങ്ങളുടെ ചുറ്റുപാട്, സുഹൃത്തുക്കൾ, ഇവരിൽ നിന്നൊക്കെയാണ് നിങ്ങളുടെ വിശ്വാസങ്ങളും ചിന്തകളും ബിലീഫ് സിസ്റ്റവും രൂപപ്പെടുന്നത്. ആദ്യം പ്രോഗ്രാമിംഗ് ഓഫ് ദി മൈൻഡ് എങ്ങനെയാണ് നടക്കുന്നതെന്ന് നോക്കാം. ചെറുപ്പം മുതൽ നിങ്ങൾ പല വാക്കുകളും കേട്ടിട്ടുണ്ട്. വലിയ സ്വപ്നങ്ങൾ കാണരുത്, പണം സമ്പാദിക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ്, നമ്മളെപ്പോലുള്ള ആളുകൾക്ക് വലിയ വിജയം ലഭിക്കില്ല, കൂടുതൽ ആഗ്രഹങ്ങളൊന്നും വേണ്ട, സേഫായി ജീവിച്ചാൽ മതി. ഇവ കേൾക്കുമ്പോൾ സാധാരണ വാക്കുകൾ പോലെ തോന്നാം. പക്ഷേ സമയം കടന്നു പോകുമ്പോൾ ഇവ നിങ്ങളുടെ മനസ്സിൽ സ്ഥിരമായ വിശ്വാസങ്ങളായി മാറും. അവയാണ് പിന്നീട് നിങ്ങളുടെ തീരുമാനങ്ങളും പ്രവർത്തനങ്ങളും നിയന്ത്രിക്കുന്നത്. ഇതൊരാൾ ഉദ്ദേശപൂർവ്വം ചെയ്യുന്നതായിരിക്കില്ല. ഇത് ആവർത്തനം കൊണ്ടും ഇമോഷൻസ് കൊണ്ടും അധികാരം കൊണ്ടും ഒക്കെ സംഭവിക്കുന്നതാണ്. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ പ്രോഗ്രാം ചെയ്യപ്പെട്ടതാണ്. ആ പ്രോഗ്രാമിംഗ് തന്നെ സത്യമെന്ന് നിങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. നിങ്ങളുടെ ചിന്തകൾ നിങ്ങളുടേതാണെന്ന് നിങ്ങൾ കരുതുന്നു. നിങ്ങളുടെ പരിമിതികൾ യഥാർത്ഥമാണെന്ന് നിങ്ങൾ കരുതുന്നു. സുഹൃത്തേ, പക്ഷെ ഒരു നിമിഷം ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ ദിവസവും ചിന്തിക്കുന്ന ചിന്തകൾ നിങ്ങളുടേതല്ലെങ്കിൽ, അവ മറ്റാരോ നിങ്ങളുടെ മനസ്സിൽ ഇൻസ്റ്റാൾ ചെയ്ത പ്രോഗ്രാമുകളാണെങ്കിൽ, അവിടെയാണ് മൈൻഡ് റീപ്രോഗ്രാമിംഗ് അത്രയും പ്രാധാന്യമുള്ളതായി മാറുന്നത്. വൈ റീപ്രോഗ്രാമിംഗ് ഈസ് ഇമ്പോർട്ടൻറ്റ്? ഒരു സത്യം മനസ്സിലാക്കണം. നിങ്ങൾ നിങ്ങളുടെ കഴിവിൻ്റെ ലെവലിലേക്ക് ഉയരുന്നില്ല, നിങ്ങൾ നിങ്ങളുടെ പ്രോഗ്രാമിൻ്റെ ലെവലിലേക്കാണ് വീഴുന്നത്. എന്ന് വെച്ചാൽ നിങ്ങളുടെ മനസ്സ് ഇപ്പോഴും പേടി, കുറ്റബോധം, സെൽഫ് ഡൗട്ട് ഇവയിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ പുറത്ത് എത്ര ശ്രമിച്ചാലും വലിയ മാറ്റം ഉണ്ടാകില്ല. കാരണം നിങ്ങൾ അവസാനം നിങ്ങൾ അർഹിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ജീവിതത്തിലേക്കാണ് തിരികെ പോകുന്നത്. അതെ, നിങ്ങൾ അർഹിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ജീവിതത്തിലേക്കാണ് തിരികെ പോകുന്നത്. അതുകൊണ്ട് ജീവിതം മാറ്റണമെന്ന് നിങ്ങൾ ശരിക്കും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം മനസ്സിലാണ് മാറ്റം കൊണ്ടുവരേണ്ടത്. ഈ ബ്രെയിൻ വാഷ് മെത്തേഡ് നിങ്ങൾ നിർബന്ധമായും ഫോളോ ചെയ്യേണ്ട 4 സ്റ്റെപ്പുകൾ മനസ്സിലാക്കുക. ജീവിതത്തിൽ അത് നിങ്ങൾക്ക് പ്രാവർത്തികമാക്കാം. ഫസ്റ്റ്, അവെയർനെസ് ആണ്. മാറ്റം നിങ്ങളിൽ ഉണ്ടാകണമെങ്കിൽ അതിൻ്റെ ആദ്യ പടി അവബോധമാണ്. നിങ്ങൾ ഇന്ന് മുതൽ നിങ്ങളുടെ ചിന്തകൾ ശ്രദ്ധിക്കാൻ തുടങ്ങുക. ഉദാഹരണത്തിന്, നിങ്ങളുടെ ഒരു സുഹൃത്തിന് കാറോ വീടോ പ്രൊമോഷനോ ലഭിച്ചു എന്ന് കരുതുക. അവൻ വിജയിക്കുമ്പോൾ അല്ലെങ്കിൽ അവൾ വിജയിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ അതൊരു പ്രചോദനമായാണോ കാണുന്നത്, അതോ അസൂയയാണോ തോന്നുന്നത്? ഇനി നിങ്ങൾ എന്തെങ്കിലും ശ്രമിച്ച് പരാജയപ്പെട്ടാൽ നിങ്ങൾ സ്വയം കുറ്റപ്പെടുത്താറുണ്ടോ, അതോ അതിനെ നിങ്ങളുടെ ജീവിതത്തിലെ ഒരു പാഠമായാണോ കാണാറുള്ളത്? ഈ പ്രതികരണങ്ങളെല്ലാം നമ്മുടെ ഉപബോധ മനസ്സിൽ പതിഞ്ഞിരിക്കുന്ന വിശ്വാസങ്ങളുടെ ഫലമാണ്. 2, ഇൻസ്റ്റാളിംഗ് ന്യൂ ബിലീഫ്സ്. പുതിയ വിശ്വാസങ്ങൾ മനസ്സിൽ ഇൻസ്റ്റാൾ ചെയ്യുക. നിങ്ങൾ ദിവസവും എന്താണ് വായിക്കുന്നത്, എന്താണ് കേൾക്കുന്നത്, ആരോടാണ് സമയം ചെലവഴിക്കുന്നത്? നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇവയെല്ലാം നിങ്ങളുടെ മനസ്സിനെ സ്വാധീനിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സിനെ പോസിറ്റീവ് ചിന്തകൾ, വിജയത്തിൻ്റെ കഥകൾ, നല്ല ആശയങ്ങൾ ഇവ കൊണ്ട് നിറയ്ക്കണം. ഇത് ഒരു ദിവസം കൊണ്ട് സംഭവിക്കില്ല. ഇതിന് തുടർച്ചയായ പരിശീലനം ആവശ്യമാണ്. സ്റ്റെപ്പ് നമ്പർ 3, പവർ ഓഫ് അലൈൻമെൻറ്റ്. ഇത് വളരെ പവർഫുൾ ആയിട്ടുള്ള സ്റ്റെപ്പാണ്.
നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതം നേടണമെങ്കിൽ നിങ്ങളുടെ ചിന്തകളും പ്രവർത്തനങ്ങളും ഒരുപോലെ ആയിരിക്കണം. ഉദാഹരണത്തിന്, നിങ്ങൾ സമ്പന്നതയെക്കുറിച്ച് സംസാരിക്കുകയും പക്ഷെ നിങ്ങളുടെ ആക്ഷൻസ് പേടിയിൽ നിന്നാണെങ്കിൽ നിങ്ങൾക്ക് മുൻപോട്ട് പോകാൻ സാധിക്കില്ല. കാരണം നിങ്ങളുടെ ചിന്തകളും പ്രവർത്തനങ്ങളും ഒരുപോലെയല്ല. അതുപോലെ നിങ്ങൾ വലിയ സ്വപ്നങ്ങൾ കാണുകയും പക്ഷെ ചെറിയ തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുകയാണെങ്കിൽ അലൈൻമെൻറ്റ് മിസ്സിംഗ് ആണ്. വിജയം വരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് മുതൽ ചിന്ത, വാക്ക്, പ്രവർത്തനം ഈ 3 കാര്യങ്ങളും ഒരേ ദിശയിലായിരിക്കണം. ഇത് 3ഉം അലൈൻഡ് ആകണമെങ്കിൽ 21 ദിവസത്തേക്ക് ഈ വീഡിയോയിൽ പറയുന്ന 4 കാര്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായി പരിശീലിക്കാം. 1. നിങ്ങളുടെ ചിന്തകൾ ശ്രദ്ധിക്കുക. 2. പോസിറ്റീവ് വിശ്വാസങ്ങൾ ആവർത്തിക്കുക. 3. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ മനസ്സിൽ കാണുക. 4. വിജയിയായ വ്യക്തിയെപ്പോലെ പ്രവർത്തിക്കുക. ഈ കാര്യങ്ങൾ സ്ഥിരമായി ചെയ്യുകയാണെങ്കിൽ ഇത് നിങ്ങളുടെ മനസ്സിൽ പുതിയ ശീലങ്ങളും പുതിയ പ്രോഗ്രാമിങ്ങും സൃഷ്ടിക്കും. സ്റ്റെപ്പ് നമ്പർ 4, കൺസിസ്റ്റൻസി ഈസ് ദി കീ. ഓർക്കുക, മാറ്റം വലിയ കാര്യങ്ങൾ കൊണ്ടല്ല വരുന്നത്. ചെറിയ കാര്യങ്ങൾ ദിവസവും ആവർത്തിക്കുന്നത് കൊണ്ടാണ് മാറ്റം വരുന്നത്. മൊമെൻ്റം ഉണ്ടാകുന്നത് തീവ്രത കൊണ്ടല്ല, സ്ഥിരത കൊണ്ടാണ്. നിങ്ങൾ ദിവസവും ചെറിയ ഒരു മുന്നേറ്റം ചെയ്താൽ കാലക്രമേണ അതൊരു വലിയ മാറ്റമായി മാറും. 21 ദിവസങ്ങൾക്ക് ശേഷം നിങ്ങളുടെ ജീവിതം പൂർണ്ണമായി മാറുമെന്നല്ല, പക്ഷേ ഒരു വലിയ കാര്യം സംഭവിക്കും. നിങ്ങൾ വ്യത്യസ്തമായി ചിന്തിക്കാൻ തുടങ്ങും, നിങ്ങൾ വ്യത്യസ്തമായി സംസാരിക്കും, നിങ്ങൾ വ്യത്യസ്തമായി പ്രവർത്തിക്കാൻ തുടങ്ങും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, മാറ്റം അസാധ്യമായ ഒന്നല്ല, മാറ്റം ദിവസേന എടുക്കുന്ന ഒരു തീരുമാനമാണ്. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. മൈൻഡ് സെറ്റ്, ബിസിനസ് റിലേറ്റഡ് ആയ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന പോസിറ്റീവായ ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ഞങ്ങൾക്കുണ്ട്. ആ ഫാമിലിയിലേക്ക് നിങ്ങളും വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഇന്ന് തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഈ ചാനൽ ഷെയർ ചെയ്യുക.